ഇന്നലെ ഡൽഹി രാംലീല മൈതാനം സാക്ഷ്യം വഹിച്ചത് അതീവ ഗൗരവകരമായ ഒരു സംഭവത്തിനാണ്. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇന്നോളം കേട്ടുകേൾവിയില്ലാത്ത ഒരു സംഭവം എന്ന് തന്നെ പറയേണ്ടി വരും. ഇന്ത്യൻ പ്രധാനമന്ത്രിക്കെതിരെ കൊലവിളി മുഴക്കിക്കൊണ്ട് ഒരു പ്രതിപക്ഷ പാർട്ടി തന്നെ രംഗത്ത് വന്നിരിക്കുന്നു. അത് കേവലം ഏതെങ്കിലും ഒരു പാർട്ടിയല്ല, ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പാർട്ടിയാണെന്ന് പറയുമ്പോൾ ആ പാർട്ടി എത്രമാത്രം അതപ്പതിച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കാം. കോൺഗ്രസ് സംഘടിപ്പിച്ച വോട്ട് ചോർ ഗഡ്ഡി ചോട് എന്ന പ്രതിഷേധ റാലിക്കിടെ കോൺഗ്രസ് പ്രവർത്തകർ പ്രധാനമന്ത്രിക്കെതിരെ മുഴക്കിയത് കേവലം മുദ്രാവാക്യങ്ങളായിരുന്നില്ല, അതൊരു പരസ്യമായ വധഭീഷണി തന്നെയായിരുന്നു. മോദി തേരി ഖബർ ഖുദേഗി ആജ് നഹീൻ തോ കൽ ഖുദേഗി. മോദി നിന്റെ കുഴിമാടം കുഴിക്കും, ഇന്നല്ലെങ്കിൽ നാളെ കുഴിക്കും. ഇതായിരുന്നു മുദ്രാവാക്യം അല്ലെങ്കിൽ വധഭീഷണി. തെരഞ്ഞെടുപ്പ് തട്ടിപ്പ് ആരോപിച്ച് കോൺഗ്രസ് നടത്തിയ റാലിയിലാണ് ജയ്പൂർ വനിതാ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് മഞ്ജുലത മീന ഈ നിഷ്ഠൂര മുദ്രാവാക്യം വിളിച്ചു പറഞ്ഞത്. ഈ പരസ്യമായ വധഭീഷണിയെ തുടർന്ന് BJP ശക്തമായ പ്രതിഷേധവുമായി രംഗത്തെത്തി. രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും നിരുപാധികം മാപ്പ് പറയണമെന്നും BJP ആവശ്യപ്പെട്ടു. കോൺഗ്രസ് പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും പാർലമെന്റിൽ രാജ്യത്തെ ജനങ്ങളോട് മാപ്പ് പറയണം. എതിരാളികളെ കൊല്ലുന്നതിനെ കുറിച്ച് പരസ്യ പ്രഖ്യാപനം നടത്തുന്ന ഈ അപകടകരമായ മനോഭാവം ജനാധിപത്യത്തിന് അപമാനമാണ്. ഇതിനെ ചുമ്മാ അപലപിച്ചാൽ മാത്രം പോരാ എന്നും കേന്ദ്രമന്ത്രി കിരൺ റിജിജു പറഞ്ഞു. രാഷ്ട്രീയ മാന്യതയെക്കുറിച്ചുള്ള തന്റെ നിലപാട് അടിവരയിടാൻ പഴയ ഒരു സംഭവം റിജിജു ഓർമ്മിപ്പിച്ചു. 2014 BJP MP നിരഞ്ജൻ ജ്യോതി പ്രതിപക്ഷ നേതാക്കളെ അനുചിതമായ ഒരു പദം ഉപയോഗിച്ചപ്പോൾ പ്രധാനമന്ത്രി മോദി ഉടൻ ഇടപെട്ട് മാപ്പ് പറയാൻ ആവശ്യപ്പെട്ടു. അവർ അങ്ങനെ ചെയ്യുകയും ചെയ്തു. ജനാധിപത്യ സംവാദത്തിന് പരിധികളുണ്ടെന്ന് അദ്ദേഹം ഊന്നി പറഞ്ഞു. എന്നാൽ വോട്ട് തട്ടിപ്പിലെ പൊതുജനങ്ങളുടെ രോഷം പ്രകടിപ്പിക്കുക മാത്രമാണ് താൻ ചെയ്തതെന്ന് മഞ്ജുലത മീനയുടെ ന്യായീകരണം. പ്രധാനമന്ത്രി പ്രധാന വിഷയങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കുന്നുവെന്നും അവർ ആരോപിക്കുന്നു. അതിനുവേണ്ടിയാണ് ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന്. എന്നാൽ BJPയുടെ ആവശ്യങ്ങളോട് കോൺഗ്രസ് പ്രതികരിച്ചത് ഈ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമായ നാടകം എന്ന് പറഞ്ഞുകൊണ്ടാണ്. റാലി വിജയകരമായതിലുള്ള ഭരണകക്ഷിയുടെ അസ്വസ്ഥതയാണ് ഇതെന്നും കോൺഗ്രസ് ആരോപിക്കുന്നു. കോൺഗ്രസ് MP KC വേണുഗോപാൽ അടക്കമുള്ള നേതാക്കൾ ആരോപണങ്ങൾ തള്ളിക്കളഞ്ഞതിനൊപ്പം പാർലമെന്റിലെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ കഴിഞ്ഞ ആഴ്ച ഉപയോഗിച്ച ഭാഷയെ അതിനെപ്പറ്റി ഓർമ്മിപ്പിക്കുകയും ചെയ്തു. എങ്കിലും ഒരു ജനാധിപത്യ രാജ്യത്ത് ഭരണാധികാരിക്കെതിരെ ഉയരുന്ന വധഭീഷണി പ്രതിഷേധത്തിന്റെ അതിർവരമ്പുകൾ ലംഘിക്കുന്നില്ലേ എന്ന ചോദ്യം ഇപ്പോഴും ശക്തമായി തന്നെ നിലനിൽക്കുന്നുണ്ട്. ഒരു ജനാധിപത്യ രാജ്യത്ത് ഒരു പൗരന് ഭരണാധികാരിയോട് വിയോജിപ്പുണ്ടാകാം, പ്രതിഷേധിക്കാനുള്ള അവകാശവുമുണ്ട്. പക്ഷെ ആ പ്രതിഷേധം രാഷ്ട്രത്തലവനെതിരായ വധഭീഷണിയുടെ രൂപത്തിൽ വരുമ്പോൾ അത് ജനാധിപത്യ മര്യാദകളെയും അതിർവരമ്പുകളെയും ഒക്കെ ലംഘിക്കുന്നതായി മാറുന്നു. ഇത് കേവലം ഒരു മുദ്രാവാക്യം മാത്രമല്ല, ഭരണഘടനയും രാജ്യത്തെയും തന്നെ വെല്ലുവിളിക്കലാണ്. കോൺഗ്രസ് നേതൃത്വം ഈ സംഭവത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ഒരു രാഷ്ട്രീയ മാന്യത കാത്തു സൂക്ഷിക്കുക എന്നത് ഒരു ദേശീയ പാർട്ടിയുടെ കടമയാണ്. പക്ഷെ നമ്മൾ കാണുന്നത് പതിവ് പോലെ തന്നെ അതിൽ നിന്ന് ഒളിച്ചോടുന്ന ഒരു കോൺഗ്രസ് പാർട്ടിയാണ്. ന്യൂസ് ഡെസ്ക്.